ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ 12 നാളിലേക്ക് കടന്നിരിക്കുകയാണ്. കാലാവസ്ഥ പ്രതികൂലമായത് ദൗത്യത്തെ അനിശ്ചിതത്വത്തിലാക്കിയിട്ടുണ്ട്. അതേസമയം അത്യാധുനിക ഉപകരണങ്ങൾ കൊണ്ട് വന്നുള്ള തിരച്ചിൽ ഇന്നും തുടരുമെന്നാണ് കഴിഞ്ഞ ദിവസം കാർവാർ MLA സതീഷ് സെയിൽ പറഞ്ഞത്. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്നും അരുൺ ആലത്തൂരും ആനന്ദും ചേരുകയാണ്. ആദ്യം നമുക്ക് ആനന്ദിലേക്കാണ് പോകേണ്ടതായിട്ടുള്ള. ആനന്ദ്, ഇന്ന് 12ാം ദിവസമാണ്. ഇന്ന് 8:30 കഴിയുമ്പോൾ 12 ദിനം പിന്നിടുകയാണെന്ന് വേണം പറയാനുള്ളത്. ഈ ഒരു അവസരത്തിൽ എന്ത് അപ്ഡേറ്റ് ആണ് അവിടെ നിന്ന് നൽകാനുള്ളത്? അതായത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഇവിടെ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ രക്ഷാദൗത്യത്തിന് ഏറ്റവും വലിയ തടസ്സമെന്ന് പറയുന്നത് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ തന്നെയായിരുന്നു. ആ കാലാവസ്ഥ അതേ രീതിയിൽ തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് രാവിലെ മുതൽ നമുക്ക് ഈ ഷിരൂരിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കുത്തൊഴുക്ക്, പുഴയിലെ കുത്തൊഴുക്ക് തന്നെയാണ് പ്രത്യേകിച്ച് നേവിക്കടക്കമുള്ള നേവി സംഘത്തിനെ ആ പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ആ തരത്തിൽ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുന്ന തടസ്സം. ആ കുത്തൊഴുക്ക് രാവിലെയും തുടരുകയാണ്. വൃഷ്ടിപ്രദേശങ്ങളിലെല്ലാം കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസം അടക്കം ജില്ലാ കളക്ടർ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പുഴയിലെ കുത്തൊഴുക്ക് പരിശോധിക്കുമ്പോൾ അത് ഏകദേശം 6 മുതൽ 8 വരെ നോട്ട്സിലാണ് ഇപ്പോൾ ഉള്ളത്. മനുഷ്യസാധ്യമായ രീതിയിലേക്ക് അതിലേക്ക് ഇറങ്ങി തെരച്ചിൽ നടത്താൻ പറ്റുന്ന ഒരു കണക്കെന്ന് പറയുന്നത് 3 മുതൽ 3.5 വരെ, പരമാവധി 3.5 നോട്ട്സ് വരെയാണ് മനുഷ്യന്മാർക്ക് അത്തരത്തിൽ ഈ കുത്തൊഴുക്കിൽ തെരച്ചിൽ നടത്താവുന്ന ഒരു സാഹചര്യമുള്ളത്. പക്ഷേ 6 മുതൽ 8 വരെയാണ് അത്തരത്തിലുള്ള നോട്ട്സ് വരെയാണ് അത്തരത്തിലുള്ള ഒരു കുത്തൊഴുക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് അത്യാധുനിക സംവിധാനങ്ങൾ കൂടിയുടെ ഒരു സഹായം തേടാനുള്ള ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം കാർവാർ MLA വ്യക്തമാക്കിയതാണ് ഫൺടൂൺ എന്ന് പറയുന്ന ഒരു ഉപകരണം. അതായത് ഇപ്പോൾ ഈ പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വലിയ ചങ്ങാടം പോലെയുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുക പുഴയിൽ കൃത്രിമമായിക്കൊണ്ട്. അതാണ് ഫൺടൂൺ എന്ന് പറയുന്നത്. അതിൽ നിന്നുകൊണ്ട് വീണ്ടും ഈ രക്ഷാദൗത്യത്തെ മുന്നിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ നേവിയുടെയും സൈനികരുടെയും എല്ലാം സംഘം ആ പ്രദേശത്തും ഈ കൺട്രോൾ റൂം കൃത്യമായിട്ട് സജ്ജമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ 2 മന്ത്രിമാർ ഈ ഷിരൂരിലുണ്ട്. AK ശശീന്ദ്രനും മുഹമ്മദ് റിയാസും അവരും ആ കാര്യങ്ങൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അടക്കമുണ്ടായിരുന്ന അവലോകന യോഗമുണ്ടായിരുന്നു. എന്തായാലും ഈ സംസ്ഥാന സർക്കാർ, അതായത് കേരളം ഇപ്പോൾ കർണാടകത്തോട് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് ഏതൊരു പ്രതികൂലമായിട്ടുള്ള അവസ്ഥ വന്നാലും ഈ രക്ഷാദൗത്യം അവസാനിപ്പിക്കരുതെന്നാണ്. എന്തായാലും കർണാടക സർക്കാരും അത് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 സർക്കാരുകളുടെയും സംയുക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ എന്തായാലും രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. എന്തായാലും ഈ രക്ഷാദൗത്യം ഇന്നും തുടരും. സ്വാഭാവികമായും പ്രധാനമായും 4 ഘട്ടങ്ങൾ തന്നെയാണുള്ളത്. ഈ കഴിഞ്ഞ ദിവസം പുതിയൊരു സിഗ്നൽ അടക്കം ലഭിച്ചിരുന്നു. ഈ 3ാമത്തെ സ്പോട്ടിൽ, അതായത് മേജർ ഇന്ദ്രപാൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ 3ാമത്തെ സ്പോട്ടിലാണ് ഈ ട്രക്ക് ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്നത്. ശ്രദ്ധിക്കണം, 100% അല്ല, ഉറച്ച് വിശ്വസിക്കുന്നത്. ഈ ലഭിച്ചിട്ടുള്ള സിഗ്നലുകൾ ഏതാണ്ട് അത് തന്നെയാണ് തരുന്നത്. അതുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു ഊഹത്തിന് അവിടെ സാധ്യതയുള്ളത് ഈ 3ാമത്തെ സ്പോട്ടിലാണ്. ഈ അർജുന്റെ ക്യാബിൻ അടക്കമുള്ള ട്രക്ക് ഉണ്ടെന്ന് കരുതുന്ന 3ാമത്തെ സ്പോട്ട്. ആ സ്പോട്ട് കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും ഇന്നും എന്തായാലും തിരച്ചിൽ തുടരുന്നത്. പ്രത്യേകിച്ച് ആദ്യഘട്ടം എന്ന് പറയുന്നത് ഈ ക്യാബിനകത്ത് ചെരിഞ്ഞാണ് ക്യാബിൻ ഇരിക്കുന്നതെന്നാണ് ഒരു നിഗമനമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ട്രക്കിലെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന തന്നെയായിരിക്കും നേവി ആദ്യം നടത്തുക. ആ പരിശോധനയ്ക്ക് പക്ഷേ പുഴയിലെ കുത്തൊഴുക്ക് ശാന്തമാകേണ്ടതുണ്ട്. ചുരുങ്ങിയത് ഈ 6 നോട്ട്സിൽ നിന്ന് 3 നോട്ട്സിലേക്കെങ്കിലും, പരമാവധി 3.5 നോട്ട്സിലേക്കെങ്കിലും ഈ കുത്തൊഴുക്ക് നിലയ്ക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കുറയേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ നേവിക്ക് ആ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ട് പരിശോധന നടത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ഒരു പക്ഷേ അത്തരത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ബോട്ടുകളെല്ലാം കൊണ്ടുകൊണ്ട് നേവി സംഘം വീണ്ടും ഒരു ശ്രമം നടത്തിയെങ്കിൽ കൂടി പുഴ പ്രതികൂലമായി നിൽക്കുകയായിരുന്നു. 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രക്ക് ലൊക്കേറ്റ് ചെയ്യുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ലൊക്കേറ്റ് ചെയ്തതിന് കരയിൽ നിന്ന് ഏതാണ്ട് 60 മീറ്റർ ദൂരെയായിരുന്നു. പക്ഷേ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കുത്തൊഴുക്ക് തുടരുന്നുകൊണ്ടും ഈ മഴ തുടരുന്നുകൊണ്ടും ഈ ട്രക്ക് നിലവിലുള്ള ആ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട്. അതുകൊണ്ട് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു പക്ഷേ വീണ്ടും തിരച്ചിൽ വേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ച് ഈ ട്രക്കിന്റെ പൊസിഷൻ കൃത്യമായി നിർണ്ണയിക്കുന്നതിൽ ഈ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നും തുടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഈ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ഈ കുത്തൊഴുക്ക് ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷാദൗത്യത്തിൽ ഒരു പക്ഷേ രക്ഷാദൗത്യം അനിശ്ചിതത്വത്തിലാണ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അരുൺ ആലത്തൂർ കൂടി ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്ന്. അരുൺ, ഇന്നിപ്പോൾ 12 ദിവസം പിന്നിടുമ്പോൾ പ്രതീക്ഷകൾ സത്യത്തിൽ വല്ലാതെ നമുക്കത് പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ തിരച്ചിൽ നമുക്ക് തുടർന്നുകൊണ്ടേയിരിക്കണം. തീർച്ചയായിട്ടും ഒരു കുടുംബം കാത്തിരിക്കുകയാണ്. അവർക്കൊരു ഉത്തരം നമുക്ക് നൽകിയേ മതിയാവുകയുള്ളൂ. കേരളത്തിൽ നിന്നും മന്ത്രിമാരും ഒക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഭരണതലത്തിലോ അല്ലെങ്കിൽ അധികാരികൾ തമ്മിലോ ഒക്കെയുള്ള ചർച്ചകളും കൂടിയൊക്കെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ ഈ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്ത് തീരുമാനങ്ങൾ എടുത്താലും നടപ്പാക്കണമെങ്കിൽ അത് അനുകൂലമാകേണ്ടിയുണ്ട്. പക്ഷേ എങ്കിൽ പോലും എന്തെങ്കിലും തരത്തിൽ ഈ തിരച്ചിൽ മാറ്റുന്നതിനെക്കുറിച്ചോ തിരച്ചിൽ രീതികൾ മാറ്റുന്നതിനെക്കുറിച്ചൊക്കെ സൈന്യത്തിൻ്റെയും ആലോചനയിലുണ്ടോ? കൂടിയ ആലോചനകൾ ഏത് തരത്തിലാണ് നടക്കുന്നത്?
വീണ, ഇന്നലെ വൈകിട്ടും ഇത്തരത്തിലുള്ള അവലോകന യോഗങ്ങൾ ചേർന്നിരുന്നു. കേരളത്തിൽ നിന്നുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു അവലോകന യോഗം ചേർന്നത്. ഈ യോഗത്തിൽ ഏതായാലും തിരച്ചിൽ തുടരാൻ തന്നെയുള്ള ഒരു തീരുമാനമാണ് അവരെടുത്തത്. പക്ഷേ അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയ രീതികൾ അവലംബിക്കാനുള്ള ഒരു തീരുമാനവും കൈക്കൊണ്ടു എന്നുള്ളതാണ്. അതിന് പ്രത്യേക കാരണം എന്നുള്ളത് മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം ആദ്യം 2 സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ലോഹ സാന്നിധ്യം പുഴയുടെ അടിയിൽ 2 ഭാഗത്ത് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അതുകൂടാതെ മൂന്നാമതൊരു ഭാഗമാണ് ഇന്നലെ ഐഡൻറ്റിഫൈ ചെയ്തത്. ഈ മൂന്നാമത്തെ ഭാഗത്തിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റൽ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് അവർ ഒരു സ്വാഭാവികമായിട്ടൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ലോറിയുടെ ഏതെങ്കിലും ചെറിയ ഡോറോ മറ്റോ ഭാഗങ്ങളായിരിക്കണം ആദ്യത്തെ 2 ഭാഗങ്ങളിൽ ഐഡൻറ്റിഫൈ ചെയ്തത്. അതിനുശേഷം ലോറി നിരങ്ങി നീങ്ങി ഈ മൺകൂനയ്ക്ക് സമീപത്ത് എത്തിയതായിരിക്കാം ആ മൂന്നാമത് കണ്ടെത്തിയിരിക്കുന്ന ലോഹ സാന്നിധ്യം എന്നുള്ളതാണ് അവരുടെ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ ആ മൂന്നാമത്തെ മൺകൂനയ്ക്ക് അടുത്തായി ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ ആ ഭാഗം വളരെ സ്ട്രോങ് പോയിന്റാണ്. ആ സ്ട്രോങ് പോയിന്റ് കേന്ദ്രീകരിച്ചാണ് ഇനി തിരച്ചിൽ നടത്താനുള്ള പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്യുന്നത്. പക്ഷേ അതിനൊരു വെല്ലുവിളിയായി നിൽക്കുന്നത് ഒന്ന് പ്രതികൂല കാലാവസ്ഥയാണ്. ഇപ്പോൾ ശക്തമായ മഴ ഇന്നലെ രാത്രിയൊക്കെ പെയ്യുന്ന ഒരു സ്ഥിതിയായിരുന്നു. പുഴയിലെ ഒഴുക്ക് നേരത്തെ ആനന്ദ് പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ പുഴയിൽ ഒഴുക്കുണ്ട്. 6 മുതൽ 8 നോട്ട് വരെയാണ് പുഴയിൽ ഒഴുക്കുള്ളത്. നേവി സംഘം പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു 2 നോട്ടിലൊക്കെ ഇറങ്ങാൻ കഴിയുകയുള്ളെങ്കിൽ പോലും 3.5 നോട്ട് വരെ ആണെങ്കിൽ കൂടെ ഒഴുക്ക് അത്രയും ശക്തമാണെങ്കിൽ പോലും അതിലും ഇറങ്ങാൻ തങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു 6 to 8 എന്നൊക്കെ പറയുന്നത് ശക്തമായ ഒഴുക്കാണ്. അവർക്ക് അവരുടെ ഈ ഡങ്കി ബോട്ടുകൾ കൊണ്ടുവന്ന് അവിടെ ഈ പറയുന്ന മൺകൂനയ്ക്ക് സമീപത്തുള്ള പ്രദേശത്ത് അതിനെ നിലയുറപ്പിക്കണം. ഒരു ഭാരം അതിന് താഴത്തേക്കിട്ട് ആ ഒരു കയറിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങിയാണ് ഈ മുങ്ങൽ വിദഗ്ധർ ഈ ക്യാബിന് അകത്തേക്കും മറ്റും പോയി അവിടെ അർജുൻ ഉണ്ടോ എന്നുള്ള പരിശോധന അവർക്ക് നടത്തേണ്ടിയുള്ളത്. പക്ഷേ അതിനിപ്പോൾ ഏതായാലും നിലവിൽ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ന് ഏതായാലും പുതിയൊരു രീതി കൂടി അവലംബിക്കുന്നു. അതാണ് ഫ്ലോട്ടിംഗ് പോണ്ടൂൺ എന്ന് പറയുന്ന ഒരു രീതി. അതായത് നമ്മളുടെ നാട്ടിലൊക്കെ കാണുന്ന ഈ ചങ്ങാടം പോലുള്ള ഒരു ഇതാണ് ഈ ഒരു പോണ്ടിങ് പ്ലോട്ടൂൺ എന്ന് പറയുന്നത്. ചങ്ങാടം പോലുള്ള വസ്തുവിന് കൃത്യമായിട്ട് അവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നിലയുറപ്പിക്കാൻ കഴിയും. ഇപ്പോൾ ഡങ്കി ബോട്ടുകൾ ആടി ഉലയുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഒഴുക്കിൽപ്പെട്ട് അവർക്ക് താഴത്തേക്ക് കയറിൽ പിടിച്ചൊന്നും ഇറങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ ഈ ഫ്ലോട്ടിംഗ് പോണ്ടോണുകൾ കൊണ്ടുവരുന്നതോടുകൂടെ തന്നെ കൃത്യമായി ഈ ഒരു താഴത്തേക്ക് മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാനും ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്താനും കഴിയുമെന്നുള്ളതാണ് ദൗത്യ സംഘം കരുതുന്നത്. അതിനുവേണ്ടി ഇന്നലെ രാത്രി തന്നെ ഗോവയിൽ നിന്നും ഈ പോണ്ടിങ് പ്ലോട്ടൂണുകൾ അവിടെ നിന്നും കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇന്ന് ഏതായാലും അത്തരത്തിലുള്ള ഒരു പരിശോധനയിലേക്ക്, അതായത് മറ്റൊരു പുതിയ സാധ്യതയിലേക്ക് കൂടി അതുകൂടെ സാധ്യമാവുമോ എന്നുള്ളത് നോക്കുകയാണ്. എന്തായാലും ഈ ഒരു എല്ലാവർക്കും ഇനിയുള്ള ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോണ്ടൂൺ എന്ന ഈ ഒരു പുതിയ രീതി അവലംബിക്കുന്നത് തന്നെയാണ്. കാരണം ഡങ്കി ബോട്ടുകൾ ഉപയോഗിച്ച് ഈ ഒരു പുഴയിലേക്ക് ഇറങ്ങുക എന്നുള്ളത് അടുത്തൊന്നും സാധ്യമാവുകയില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടുത്തെ പ്രദേശവാസികളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാവുന്നത്. കാരണം കർണാടകയിൽ പൊതുവെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ശക്തമായ മഴയാണ് പെയ്യാറുള്ളത്. ആ സമയത്തെല്ലാം തന്നെ ഈ ഗംഗാവലി പുഴ ഇത്തരത്തിൽ ശക്തമായി കരകവിഞ്ഞ് ഒഴുകുന്ന സ്ഥിതിയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ മഴ ശമിക്കും, അപ്പോൾ ഒഴുക്ക് കുറയും എന്നുള്ളത് സ്വാഭാവികമായിട്ടും അടുത്തൊന്നും നടക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. എങ്ങനെയും ഒരു മാസ കാലയളവിൽ ഈ പുഴ ഇങ്ങനെ തന്നെയാണ് ഒഴുകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒഴുക്കൊന്നും അടുത്തൊന്നും കുറയില്ല എന്ന തരത്തിലാണ്. മാത്രമല്ല ഈ കടലിനോട് ചേരുന്ന ഭാഗമാണ് ഈ പറയുന്ന അങ്കോലയുടെ ഈ സംഭവ സ്ഥലം. ഷിരൂരിലെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ പുഴ കടലിൽ പോയി സംഗമിക്കുന്ന ആ ഭാഗം എത്താൻ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പശ്ചിമഘട്ടങ്ങളിൽ നിന്നും മറ്റും വരുന്ന ഈ പുഴയിൽ ഈ അവസാന ഭാഗത്തേക്ക് കടലിലേക്ക് സംഗമിക്കുന്ന ഭാഗത്തേക്ക് എത്തുമ്പോൾ കർണാടകയുടെ ഏത് ഭാഗത്ത് മഴ പെയ്താലും ഈ പുഴ കടന്നു വരുന്ന ഏത് ഭാഗത്ത് മഴ പെയ്താലും അതിലൊക്കെ വെള്ളം ഒലിച്ചെത്തുന്നത് ഈ ഒരു മേഖലയിലേക്കാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഒഴുക്ക് നിയന്ത്രണ വിധേയമായിട്ട് അതല്ലെങ്കിൽ ഒഴുക്ക് കുറഞ്ഞിട്ട് രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുക എന്നുള്ളത് ദൗത്യസംഘത്തിന് മുന്നിൽ അസാധ്യമായ കാര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഈ ഒരു പുതിയ സാധ്യത ചങ്ങാടം പോലുള്ള വസ്തുവായ ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൗത്യത്തിലേക്ക് ദൗത്യസംഘം ഇന്നിപ്പോൾ കടക്കുന്നത്. ഈ ദൗത്യം കൂടി വിജയിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്ന് അറിയുന്നതിന് കൂടിയുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. അതായത് തെർമൽ പരിശോധനയായിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നത്. ആ തെർമൽ പരിശോധനയിൽ ഏതായാലും മനുഷ്യ സാന്നിധ്യം ഈ മേഖലയിൽ നിന്നും കണ്ടെത്താനോ സ്ഥിരീകരിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ
ഈ ഒരു ശക്തമായ ലോഹ സാന്നിധ്യം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കൃത്യമായ ഒരു ഐഡന്റിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നത്. അത് നേരത്തെ റഡാർ പരിശോധനയിലും സോണാർ പരിശോധനയിലും ഒക്കെ കണ്ടെത്തിയ അതേ മേഖലയിൽ തന്നെയാണ് ഈ ഡ്രോൺ പരിശോധനയിലും ഒരു ശക്തമായ ഒരു മെറ്റൽ സാന്നിധ്യം ഈ മൺകൂനയ്ക്ക് സമീപത്തായി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ആ മൺകൂനയ്ക്ക് സമീപത്തുള്ള ശക്തമായ മെറ്റൽ സാന്നിധ്യം അത് അർജുൻ്റെ ലോറിയാണെന്ന് ഈ ദൗത്യ സംഘം ഉറച്ചു വിശ്വസിക്കുന്നു. അതിൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ്. ഇനി ഈ ഒഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് ഈ പറയുന്ന പുതിയ രീതിയിലൂടെ ആ ക്യാബിനകത്തേക്ക് ഈ മെറ്റൽ സാന്നിധ്യമുള്ള ഭാഗത്തേക്ക് ദൗത്യ സംഘത്തിന് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. പ്രധാന കവാടത്തിൽ നിന്നാണ് അരുൺ ആലത്തൂർ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. വീണ, എന്തൊക്കെ പറഞ്ഞാലും ബോഡി കോണ്ടാക്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം മനുഷ്യ സാന്നിധ്യം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നത് ആശങ്കാപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൗത്യം നീണ്ടുപോകുന്നതെന്നും പറയേണ്ടതുണ്ട്.